റഷ്യ യുക്രൈൻ യുദ്ധം 1000 ദിനങ്ങൾ പിന്നിടുമ്പോൾ യൂറോപ്പ് ഒപ്പം തന്നെ ലോക ജനത, ലോക രാഷ്ട്രങ്ങൾ അതീവ ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷത്തിലൂടെയാണ്, ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എടുത്ത ഏറ്റവും മടയത്തരം നിറഞ്ഞ ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ബൈഡൻ യുക്രൈന് അമേരിക്കൻ നിർമ്മിത ലോങ് റേഞ്ച് മിസൈൽസ് റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ അനുമതി കൊടുത്ത ആ ഒരു ഡിസിഷനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിവെച്ച പ്രസിഡന്റ് എന്ന ഖ്യാതി നേടാനുള്ള അതിതീവ്ര പരിശ്രമത്തിലാണോ തൻ്റെ പ്രസിഡൻസിയുടെ അവസാന കാലഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ? അമേരിക്കയുടെ ഈ തീരുമാനം മൂലം കുറച്ചൊന്നുമല്ല റഷ്യ പ്രകോപിതരായിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നിലവിലെ യൂറോപ്പിലെ സാഹചര്യം അത് ലോക സമാധാനത്തിന് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് സൃഷ്ടിക്കും? അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തൻ്റെ പ്രസിഡൻസിയുടെ അവസാന നാളിൽ എടുത്ത ഈ വിചിത്രമായിട്ടുള്ള ഈ തീരുമാനത്തിന് പിന്നിലെ അജണ്ടകൾ, ഈ വിഷയങ്ങളാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോബിൻ. റോബിൻ, ജോജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതീവ ഭയാനകമായിട്ടുള്ള, അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് യൂറോപ്പ് ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ചയുടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിലവിലെ ആ ഒരു സാഹചര്യം വളരെ ബ്രീഫായിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് നിലവിൽ നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു? അല്ലെ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ വിചിത്രമായിട്ടുള്ള തീരുമാനമാണ്. അതായത് യുക്രൈന് അമേരിക്കൻ നിർമ്മിത ലോങ് റേഞ്ച് മിസൈൽസ്, അതായത് 300 കിലോമീറ്ററോളം ഒരു ദൂരപരിധിയുള്ള അമേരിക്കൻ നിർമ്മിത ലോങ് റേഞ്ച് മിസൈൽസ്, അതിന് പറയുന്നത് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് എന്നാണ് അതിന് പറയുന്നത്, അത് റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ ഈ ലോങ് റേഞ്ച് മിസൈൽസ് വെച്ചിട്ട് യുക്രൈൻ റഷ്യക്കെതിരെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനെ തുടർന്ന് ഈ റഷ്യ എടുത്ത ഒരു തീരുമാനമാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ റഷ്യ ഏതൊക്കെ ഘട്ടത്തിൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാം എന്നതിനുള്ള ആ ഒരു പരിധി ലഘൂകരിച്ചിരിക്കുകയാണ്. അതായത് അവരുടെ ഒരു ന്യൂക്ലിയർ ഡോക്ട്രൈൻ അതൊന്ന് പുതുക്കി പണിതിരിക്കുകയാണ് ഈ റഷ്യൻ പ്രസിഡന്റ് പുടിൻ. അതായത് ഒരു നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ് റഷ്യക്കെതിരെ ഒരു ആക്രമണം നടത്തിയാൽ, അതും ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റിന്റെ സപ്പോർട്ടോടുകൂടി ഒരു നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ് റഷ്യക്കെതിരെ ആക്രമണം നടത്തിയാൽ ആ ഒരു സാഹചര്യത്തിൽ റഷ്യക്ക് ന്യൂക്ലിയർ വെപ്പൺ ആ നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റിനെതിരെ പ്രയോഗിക്കാം എന്ന അതീവ പ്രാധാന്യമേറിയ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം പുടിൻ എടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ആ ഡോക്ട്രൈനിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ച് റഷ്യക്കെതിരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ആ ഒരു ഘട്ടത്തിലും ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് ഏത് രാജ്യമാണോ ബാലിസ്റ്റിക് മിസൈൽ റഷ്യക്കെതിരെ പ്രയോഗിച്ചത് ആ രാജ്യത്തിനെതിരെ ന്യൂക്ലിയർ അറ്റാക്ക് നടത്താനുള്ള ഒരു ഓപ്ഷൻ പുടിൻ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ആ ഒരു ഓപ്ഷൻ അത് ഓൾറെഡി പ്രാബല്യത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ യുക്രൈൻ്റെ കയ്യിൽ നിലവിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഒന്നുമില്ല, ഒരു നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയിട്ടുള്ള യുക്രൈൻ ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയിട്ടുള്ള അമേരിക്കയുടെ സഹായത്തോടു കൂടി റഷ്യക്കെതിരെ ആക്രമണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും റഷ്യക്ക് നിലവിൽ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് യുക്രൈനെതിരെ നടത്താനുള്ള എല്ലാ ഓപ്ഷൻസും അവിടെ നിലവിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചു കഴിയുമ്പോൾ, അവിടുത്തെ സാഹചര്യം പഠിച്ചു കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെൻമാർക്ക്, ഫിൻലൻഡാണ് ഏറ്റവും കൂടുതൽ റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊന്ന് ഫിൻലൻഡാണ്. ഒപ്പം തന്നെ സ്വീഡൻ, നാറ്റോ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിലെ നേതാക്കൾ തങ്ങളുടെ ജനങ്ങൾക്ക് പാംഫ്ലെറ്റിലൂടെയും ഇമെയിലിലൂടെയും ഒക്കെ വാണിങ്ങും ഒപ്പം തന്നെ ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ആ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഓൾറെഡി ഫുഡും അല്ലെങ്കിൽ മെഡിസിൻസും എമർജൻസി കിറ്റും ഒക്കെ ഓൾറെഡി ഒരുക്കി വെക്കുക എന്ന ആ ഒരു നിർദ്ദേശങ്ങൾ ഓൾറെഡി നൽകിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ത്യയിലിരുന്ന് കേരളത്തിൽ നിന്ന് ചിലപ്പോൾ ഈ വാർത്തകളും ചിലപ്പം അറിയാൻ സാധ്യതയില്ല. പക്ഷെ നമ്മളെല്ലാം ഡീപ്പിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബൈഡൻ എടുത്ത ഒരു വിചിത്രമായിട്ടുള്ള ഈ തീരുമാനമാണ്. അതെനിക്ക് അതിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ഈ വീടും സ്ഥലമൊക്കെ ചിലർക്കൊക്കെ വാടകയ്ക്കൊക്കെ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള വ്യക്തികൾക്കാണ് വീടും സ്ഥലമൊക്കെ കൊടുക്കുന്നതെങ്കിൽ അവർ ആ വീടും സ്ഥലമൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ ഈ ഉടമസ്ഥനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വീടും സ്ഥലമൊക്കെ മാക്സിമം അടിച്ച് തകർത്ത് ഇല്ലാതാക്കി ഉടമസ്ഥൻ്റെ കൊടുക്കും. ഈ ഒരു സാഹചര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബൈഡൻ ലക്ഷ്യമിടുന്നത് എനിക്ക് തോന്നുന്നു. ഈ ട്രംപ് അധികാരത്തിൽ കയറുമ്പോൾ ട്രംപിൻ്റെ കയ്യിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ട്രംപ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒരു അസമാധാനം നിറഞ്ഞ, ഒരു യുദ്ധം നിറഞ്ഞ യുദ്ധാന്തരീക്ഷത്തിലേക്കാണ് ട്രംപ് വരേണ്ടത് എന്ന ഒരു നിർബന്ധിത ബുദ്ധി
ബൈഡൻ ഉണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല, ട്രംപിനും സാധിക്കരുത് എന്ന നിർബന്ധിത ബുദ്ധി ഈ ബൈഡൻ ഉണ്ടോ എന്നൊരു കാര്യം നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ജോജി, ഈ പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്ന 1000 ദിനങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. അതും യുക്രൈൻ എന്ന് പറയുന്ന ഒരു ചെറു രാജ്യം, ന്യൂക്ലിയർ വെപ്പൺസ് പോലും ഇല്ലാത്ത ചെറു രാജ്യം റഷ്യക്കെതിരെ 1000 ദിവസങ്ങൾ പിടിച്ചു നിൽക്കുന്നു. ഈ 1000 ദിനങ്ങൾ പിന്നിട്ട ആ ഒരു ദിനം തന്നെ സുപ്രധാനമായിട്ടുള്ളൊരു ഒരു ഒരു നിർണായകമായിട്ടൊരു ട്വിസ്റ്റ് അവിടെ സംഭവിച്ചിരിക്കുന്നു. ഏത് നിമിഷവും ഒരു ന്യൂക്ലിയർ അറ്റാക്ക്, വളരെ ഭയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ അത്? ഇവിടെ നോർമലി ഒരു US പ്രസിഡന്റ് അവർക്ക് എന്നാ പറയുക, അവർക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. സാധാരണ അവർക്കറിയാം ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈ അധികാര കൈമാറ്റത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ അത് ഈ US എന്ന് പറഞ്ഞ ആ രാജ്യത്തിൽ അപ്പുറമുള്ള പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം നോമിനലായിട്ടുള്ള ആ ഒരു പവർ മാത്രം ശരിക്കുള്ളതെന്ന് പറയാം. അവർക്ക് അല്ലെങ്കിൽ അവരുടെ അധികാര കൈമാറ്റം ചെയ്യപ്പെടേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടതെന്ന് വെച്ചാൽ ഈ ഡെമോക്രാറ്റ്സിൻ്റെ ഒരു പരാജയവും അതുപോലെ റിപ്പബ്ലിക്കൻസിൻ്റെ ഒരു വിജയവും ട്രംപിൻ്റെ ഒരു വളരെ സ്മൂത്തായിട്ടുള്ള കടന്നുവരവൊക്കെ അങ്ങ് വന്നപ്പോൾ ലോകത്തിൽ തന്നെ ഒരു വലിയ പ്രതീക്ഷയാണ് ശരിക്കും. കാരണം വെച്ചാൽ ഒരു യുദ്ധം പുട്ടിനുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രിയൊക്കെ വെച്ച് ഈ യുദ്ധം ഇവർ തമ്മിൽ ഡീലേ ഉണ്ടാകും, അല്ലെങ്കിൽ ട്രംപ് ഈ യുദ്ധം ഒരു സമാധാനമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരും, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകും എന്നൊക്കെയുള്ള വളരെ പ്രതീക്ഷയുടെ പോലെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും ഇവിടെ ജോർജ് പറഞ്ഞ പോലെ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പണി എന്ന് പറയുന്ന പോലെ വെച്ചാൽ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ ഈ അമേരിക്കയുടെ ഒരു ഈ ഒരു അധികാര കൈമാറ്റത്തിൻ്റെ ചരിത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അവസാന നാളുകളിൽ ഇത്തരത്തിലുള്ള സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തൊരു പ്രസിഡന്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അപ്പോൾ ഇത് സാധാരണ തീരുമാനമല്ല. എന്നുവെച്ചാൽ പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞ പോലെ 3ാം ലോകമഹായുദ്ധത്തിലേക്ക് ലോകത്തെ തള്ളിവിടാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ടതും വളരെ ക്രൂരവുമായൊരു തീരുമാനം മനസ്സിലാക്കണം. നമുക്കറിയാം പുടിൻ എന്ന് പറഞ്ഞാൽ പുടിൻ്റെ സ്വഭാവത്തിന് കുറേ പ്രത്യേകതയുണ്ട്. അദ്ദേഹം വളരെ ശാന്തനൊക്കെ ആണെങ്കിൽ ഒരു തീരുമാനമെടുത്ത് അദ്ദേഹം അതിന് ഉറപ്പാണ് പുറകോട്ട് പോവുകയാണ്. അതാണ് കാണുന്നത്. അപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ നമുക്കറിയാം 2022 ഫെബ്രുവരി 4 ആരംഭിച്ച യുദ്ധം ലോകം വിചാരിച്ചത് പെട്ടെന്ന് തീരും, ഏറിയ 2 മാസം 3 മാസം. എന്നുവെച്ചാൽ യുക്രൈൻ വിട്ട ചെറിയ രാജ്യമാണ്. പക്ഷേ അതിൻ്റെ പുറകിൽ നാറ്റോ രാജ്യങ്ങൾ ഇടപെട്ടു, അമേരിക്ക ഇടപെട്ടു. അതങ്ങനെ ആ യുദ്ധം വളരെ വഷളാക്കി റഷ്യയ്ക്ക് ഒരു ഭയങ്കര നാശനഷ്ടം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ പരിവേറ്റ് അല്ലെങ്കിൽ വളരെ ക്ഷീണിതനാണെന്നും സിംഹമാണല്ലോ ശരിക്കും. അപ്പോൾ ഈ റഷ്യയുടെ ആ ഒരു അവരുടെ സൈനിക ബലം, അവരുടെ ആയുധ ശക്തി, അവരുടെ പ്രഹരശേഷി, ഇതൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അമേരിക്ക എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും ഇത്രയും നാൾ യുദ്ധം അങ്ങോട്ട് തുടർന്നു പോകുന്നു. 1000 ദിനങ്ങൾ. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് ശരിക്കും. യുക്രൈൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയ അവസ്ഥയാണ് ശരിക്കും. 11,000-ൽ പരം ആൾക്കാർ കൊല്ലപ്പെട്ടെന്ന് പറയുന്നു. അതുപോലെ 25,000-ഓളം ആൾക്കാർക്ക് പരിക്കേറ്റു. അത് കുട്ടികളുടെ അവസ്ഥയാണ്. കുട്ടികൾ ഒരു 10-600-ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇതൊക്കെ യുക്രൈൻ സൈഡ് മാത്രമാണ്. റഷ്യൻ സൈഡ് നമുക്കറിയത്തില്ല, കാരണം അവിടെ നിന്ന് കൃത്യമായ റിപ്പോർട്ടില്ല. അത് മാത്രമല്ല, യുക്രൈൻ്റെ എക്കോണമി ആകപ്പാടെ തകർത്തരിപ്പണമായി. ഏകദേശം 60 ലക്ഷത്തോളം ജനങ്ങളാണ് അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അവർ അഭയാർത്ഥികളുണ്ട്. അവരുടെ അവസ്ഥ വലിയ ദുരിതമാണ് ശരിക്കും. കുറേ എണ്ണം യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് പോയി അവരെ സ്വീകരിച്ചില്ല. അങ്ങനെ പ്രത്യേകമായൊരവസ്ഥ. ഇനി ഇവരുടെ GDP-യിൽ ഇപ്പം ലഭിക്കുന്നതിൽ 25% ശരിക്കും അവർ ഇപ്പോഴും ഈ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. മനസ്സിലായി, അത്രമാത്രം ഒരു സ്ട്രോങ് ആയ എക്കോണമി ഒന്നും ഉള്ള രാജ്യമല്ല യുക്രൈൻ. വളരെ പതറ്റിക്കായ ഒരു അവസ്ഥയിൽ കടന്നു പോവാണ്. ഇനി മറ്റൊരവസ്ഥ എന്താണ്, ശരിക്കും ഇപ്പം ഈ യുക്രൈൻ്റെ ഒരു 5-ൽ-1 ഭാഗം റഷ്യ പിടിച്ചടച്ചു ശരിക്കും. മനസ്സിലാക്കണം, അവിടുത്തെ ജനസംഖ്യയെക്കുറിച്ച് പറഞ്ഞാൽ അവർ 4-1 ചുരുങ്ങി എന്നാണ് പറയുന്നത്. 4-1 അവിടുത്തെ മൊത്തം ജനസംഖ്യ ചുരുങ്ങി. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, UN പറഞ്ഞ വിവരങ്ങൾ വന്നാൽ ശരിക്കുള്ള എക്സാക്ട് റിപ്പോർട്ട് അറിയത്തില്ല. ഇനി അതൊരു റഷ്യയിലും പ്രശ്നമുണ്ട്. റഷ്യയുടെയൊക്കെ ശക്തമായ ഇക്കോണമി ഉണ്ടായിട്ട് പോലും റഷ്യയുടെ സൈനികമായിട്ടുള്ള ആ ഒരു നാശനഷ്ടം ഭയങ്കര കൂടുതലാണ് ശരിക്കും. അവരുടെ ഓയിൽ പർച്ചേസ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് കാരണമാണ്. അല്ലെങ്കിൽ അവരുടെ ഇക്കോണമി ഭയങ്കര തകർച്ചയുണ്ട്. അപ്പോൾ അവർക്കും ആഗ്രഹമുണ്ട്, അവർക്കും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകമായി സന്ദിഗ്ധാവസ്ഥ നയിക്കുമ്പോൾ അനാവശ്യമായ തീരുമാനമാണ്. ഒരിക്കൽ പോലും ബൈഡന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടത് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളവരാണ്. കാരണം ഡെമോക്രാറ്റ്സിന് ഇനി യാതൊരു റോഡ് വേണ്ടിയില്ല. ശരിക്കും റിപ്പബ്ലിക്കൻസിനുള്ള ആ ഒരു നല്ല വഴി തുറന്നു കൊടുത്തിട്ട് അവർ മാറിപ്പോയി ചെയ്യേണ്ട. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജോർജ്, ശരിക്കും ഇവിടെ മനസ്സിലാക്കുക വെച്ചാൽ ബൈഡൻ ചിന്തിക്കുന്നത് വെച്ചാൽ ട്രംപ് അങ്ങനെ വലിയ കേമനാകണ്ട, അല്ലെങ്കിൽ ട്രംപിന് ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം കൊടുക്കുന്നില്ല. ഈ യുദ്ധം ഈ അവസ്ഥയിലാക്കിയാൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പാടാം. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇപ്പം ഓൾറെഡി തന്നെ ഈ ATMS എന്ന് പറയുന്ന മിസൈലുകൾ, അതായത് 300-400 ആ റേഞ്ചിലുള്ള ആ ഒരു മിസൈലുകൾ റഷ്യയുടെ ഉള്ളിലേക്ക് കടന്നു കയറാൻ പറ്റുന്ന അതുകൊണ്ട് 6 എണ്ണം യുക്രൈൻ ഉപയോഗിച്ചെന്ന് പറയുന്നത്. റഷ്യ അവ വെടിവെച്ചിട്ടെന്ന് പറയുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രകടശേഷിയുള്ള മിസൈലുകളിൽ നിന്ന് അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ റഷ്യ പുറപ്പെട്ട് നോക്കിയിരിക്കുകയില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു പുതിയ ന്യൂക്ലിയർ പോളിസി പ്രകാരം അവർക്ക് ഉറപ്പായിട്ടും ആ രാജ്യത്തെ ആക്രമിക്കാനുള്ളത്. കാരണം വെച്ചാൽ ഒരു ന്യൂക്ലിയർ രാജ്യത്തിൻ്റെ പിന്തുണയോടുകൂടി ഒരു നോൺ ന്യൂക്ലിയർ രാജ്യമാണെങ്കിൽ പോലും
റഷ്യക്ക് അവരെ ആക്രമിക്കാൻ റൈറ്റ് ഉണ്ട്. അത് മനസ്സിലാക്കേണ്ടത്. അതെ. അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് ഇപ്പം ലോകം എന്തു പറഞ്ഞാലും ശരി, ബലിസ്റ്റിക് മിസൈൽ ടെക്നോളജിയിൽ ഇന്ന് റഷ്യയുടെ സുപ്പീരിയോറിറ്റി മറികടക്കാൻ ഒരു രാജ്യവുമില്ല. ചൈനയില്ല, ഇന്ത്യയില്ല, അമേരിക്കയൊന്നുമില്ല. നമുക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റുള്ള ആ ഒരു എയർ സുപ്പീരിയോറിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ ഘോരം പറഞ്ഞാലും ശരിക്കും ബലിസ്റ്റിക് മിസൈൽ ടെക്നോളജി റഷ്യയോട് ഇന്നിപ്പോൾ റഷ്യയുടെ സാറ്റാൻ 1 സാറ്റാൻ 2 എന്നൊക്കെ പറയുന്ന ആ ഒരു ബലിസ്റ്റിക് ടെക്നോളജിയോട്, ആ മിസൈലുകളോടൊന്നും കടപിടിക്കാൻ പറ്റുന്ന ഒരു ആയുധം ഇവിടെയില്ല ശരിക്കും. അപ്പം അമേരിക്കയുടെ ഏത് എന്നാ പറയുക മുക്കിലും മൂലയിലും വേണമെങ്കിൽ പ്രകടശേഷിയുള്ള ആയുധങ്ങൾ റഷ്യയിലുണ്ട്. ഇതൊക്കെ തിരിച്ചറിവ് വേണം ശരിക്കും. കണ്ണും പൂട്ടി ഒരു റഷ്യൻ പ്രസിഡന്റ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തേക്ക് പോയ അവസ്ഥ എന്താവും? പുട്ടിൻ മടിക്കുകയാണ് ശരിക്കും. പക്ഷേ പുട്ടിനോട് ആര് ചോദിക്കാൻ? ഒരു ഏകാധിപതിയ മനുഷ്യനാണ് അയാൾ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ മറ്റൊരു പോയിന്റോട് പറയുകയാണ് ശരിക്കും. ഇതിൻ്റെ പുറകിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ചില ഘടകങ്ങളുണ്ട് ശരിക്കും. അതിൻ്റെ പുറകിലാണ് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു അവസ്ഥ. ഡീപ് സ്റ്റേറ്റിൻ്റെ ആഗ്രഹം ശരിക്കും ഡെമോക്രാറ്റ്സ് പറഞ്ഞായിരുന്നു, അത് നടന്നില്ല. ഇതിൻ്റെ പുറകിലുള്ള ആയുധ ലോബി പ്ലസ് ഡീപ് സ്റ്റേറ്റ്, ഇവരുടെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ ഈ യുദ്ധം അങ്ങോട്ട് ഇവർക്ക് തുടരണം. അതാണ് അവരുടെ ആ ഒരു ചില കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി, അവരുടെ ആശയം നടപ്പാക്കാൻ വേണ്ടി, അവരുടെ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി. അപ്പോൾ ആ ലോബിയുടെ ഒരു വലിയ പുഷിംഗ് ആണ് ഈ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ബൈഡനെ കൊണ്ടുപോയേക്കുന്നത്. അപ്പോൾ ശരിക്കും അവർക്കറിയാം ഇതാണ് യുദ്ധം ഉറപ്പാണ് നീണ്ടുപോകും. പിന്നെ ഒരു അരാജകത്വ അവസ്ഥയുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും. വീണ്ടും അത് ഡെമോക്രാറ്റ്സിന് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു വലിയ അത് ഒരുക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു വലിയ അവസ്ഥയിലേക്കാണ് ഇപ്പം ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്. കാരണം ഈ പറയുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അമേരിക്ക ആയിക്കോട്ടെ ബ്രിട്ടൻ ആയിക്കോട്ടെ, ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ചർച്ച എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ലായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഇവരുടെ എല്ലാവരുടെയും കോമൺ എനിമി റഷ്യയാണ്. അപ്പോൾ റഷ്യക്ക് കൂടുതൽ പരിക്കേൽക്കട്ടെ അല്ലെങ്കിൽ കുറെ കൂടി ക്ഷീണം റഷ്യക്ക് സംഭവിക്കട്ടെ എന്ന തരത്തിൽ ഇവരൊരു കണ്ണടയ്ക്കുന്ന ഒരു മനോഭാവം അവിടെ സംഭവിച്ചിരുന്നു. അത് ജോജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഡീപ് സ്റ്റേറ്റിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റോബിൻ, ഈ പറയുന്ന ലോകമഹായുദ്ധം എന്ന് പറയുന്നത് നമുക്കറിയാം, 2 രാജ്യങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു, ഇരു രാജ്യങ്ങളുടെ ഒപ്പം മറ്റ് പല രാജ്യങ്ങളും വന്നുകൂടുന്നു. അങ്ങനെയാണ് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഓൾറെഡി തന്നെ റഷ്യയുടെ കൂടെ നോർത്ത് കൊറിയ ചേർന്നിട്ടുണ്ട്. ഇനി പറയുന്നത് പോലെ ലോങ് റേഞ്ച് മിസൈൽസ് യുക്രൈന് ലഭിച്ചു കഴിഞ്ഞാൽ റഷ്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം യുക്രൈനൊപ്പം നിന്ന് തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതായിട്ട് പരിഗണിക്കപ്പെടും എന്നത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ടെക്നിക്കലി പറയാൻ സാധിക്കില്ലേ, 3ാം ലോകമഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് ടെക്നിക്കലി പറയാനുള്ളൊരു സാഹചര്യമല്ലേ അവിടെ നിലനിൽക്കുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഉക്രൈനിലുള്ള ഒരാളുമായിട്ട് സംസാരിക്കാൻ ഇടവന്നപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം, അയാളുടെ ബന്ധുക്കൾ റഷ്യയിലുണ്ട്. ഈ യുദ്ധം തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ ഉക്രൈനിലുള്ള ഇവർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത രീതിയിലേക്ക് അവർ മാറിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്താ വെച്ചാൽ എത്ര വ്യക്തിപരമായിട്ടാണ് റഷ്യ ഈ യുദ്ധത്തെ എടുത്തേക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അതിനുശേഷം പിന്നീട് വ്ളാദിമിർ പുടിൻ വളരെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നപ്പോൾ പോലും പല മാധ്യമങ്ങളും ഇത് പലപ്പോഴും ആസൂത്രിതമാണ്, പലരെയും ഒതുക്കി അധികാരത്തിൽ വന്നതാണെന്ന് പറഞ്ഞപ്പോഴും അന്ന് ഞാൻ ഇതിനെ കണക്ട് ചെയ്തത് ഇതുമായിട്ടാണ്. എങ്ങനെയാണ് റഷ്യ വ്യക്തിപരമായി ഈ യുദ്ധത്തെ എടുത്തേക്കുന്നത് എന്നുള്ളത്. ഇനി അതിൻ്റെ കൂടെ മറ്റ് ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ കാലത്ത് തന്നെ ഉക്രൈൻ ചെയ്തത് അന്നത്തെ ഈ നാസി ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പല മോണുമെൻറ്റ്സും അവിടെ ഉണ്ടായിരുന്നു ഈ USSRൻ്റെ കാലത്തോടെ. അതെല്ലാം ഉക്രൈൻ ഇടിച്ചു നിരത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, എടുത്തു കളയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനെ റഷ്യ എങ്ങനെയാണ് കാണുന്നത്? അതും വ്യക്തിപരമായിട്ടാണ് റഷ്യ കാണുന്നത്. അവിടെ നിന്നാണ് കുർസ്കിലേക്കുള്ള ഈ ഉക്രൈൻ്റെ കടന്നുവരവിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. എങ്ങനെയാണ് റഷ്യ അതിനെ വിലയിരുത്തിയത് എന്നുള്ളത്. ഈ കുർസ്ക് റീജിയനിലാണ് 2ാം ലോക മഹായുദ്ധ കാലത്ത് ഏറ്റവും വലിയ ലോക ചരിത്രത്തിലെ തന്നെ ടാങ്കുകളുടെ ഏറ്റവും വലിയ യുദ്ധം നടന്നത് ഈ കുർസ്ക് റീജിയനിലാണ്. എന്ന് വെച്ചാൽ നാസി ജർമ്മനിയുടെ ഏകദേശം 9 ലക്ഷം പട്ടാളക്കാർ, ഇത്ര ഏരിയയിൽ 9 ലക്ഷം പട്ടാളക്കാർ, 2600 യുദ്ധ ടാങ്കുകൾ, ഏകദേശം 2500ഓളം എയർക്രാഫ്റ്റ്, അത് നാസി ജർമ്മനിയുടെ തന്നെ. ഇനി റഷ്യയുടെ ഭാഗത്തുനിന്ന് 13 ലക്ഷം പട്ടാളക്കാർ, അതുകൂടാതെ 3600 എയർക്രാഫ്റ്റുകൾ, അതുകൂടാതെ 2700 ടാങ്കുകൾ. ഇത്രയും വലിയ ഒരു യുദ്ധമാണ് 1943 ഓഗസ്റ്റ് മാസത്തിൽ അവിടെ നടന്ന. അത്രയും വലിയൊരു യുദ്ധമാണ്. ആലോചിച്ച് നോക്കണം, എത്ര 20 ലക്ഷത്തിന് മുകളിൽ പട്ടാളക്കാർ. അതുകൂടാതെ റഷ്യ 5 ലക്ഷം പട്ടാളക്കാരെയും 1200ഓളം ടാങ്കുകളെയും റിസർവിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയും വലിയൊരു യുദ്ധം നാസി ജർമ്മനിയുമായിട്ട് റഷ്യ അവിടെ നടത്തിയ ആ സ്ഥലത്തേക്ക്, അതേ സ്ഥലത്തേക്ക്, അത് ഈ ഉക്രൈനും കൂടി വേണ്ടിയാണെന്ന് ആലോചിക്കണം. ഈ റഷ്യ അന്ന് യുദ്ധം നടത്തിയത് ഈ ഉക്രൈൻ്റെ പ്രദേശത്തുള്ളവർക്കും ഉക്രൈനിലെ ആ ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി കൂടി നടത്തിയ യുദ്ധത്തിൻ്റെ മോണുമെന്റ്സ് ആണ് ഉക്രൈൻ ഇടിച്ചു നിരത്തിയത്. അതുകൂടാതെ
ഈ കുർസ്ക് മേഖലയിലേക്ക് പിന്നീട് സെലൻസ്കിയുടെ നേതൃത്വത്തിൽ ഓർത്തു നോക്കണം, ജൂതന്മാരെ വേട്ടയാടിയ നാസി ജർമ്മനിയുടെ അതേ ടാങ്കുകൾ ഉപയോഗിച്ചാണ് കുർസ്ക് മേഖലയിലേക്ക് ജർമ്മനിയുടെ ടാങ്കുകൾ ഉപയോഗിച്ച് അതേ ടാങ്കുകൾ ഉപയോഗിച്ചാണ് ജൂതനായ സെലൻസ്കി അതേ ടാങ്കുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഇതേ മേഖലയിലേക്ക് ആ നാസി ജർമ്മനി അന്ന് അവിടെ തോൽക്കുകയാണ്, ഹിറ്റ്ലർ അന്ന് അവിടെ തോൽക്കുകയാണ് ചെയ്തത്. അതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയ ഒരു സ്ഥലം കൂടിയായിരുന്നു കുർസ്ക് മേഖലയിലെ ആ യുദ്ധം എന്ന് പറയുന്നത്. അവിടേക്കാണ് ജർമ്മനിയുടെ ലെപ്പേർഡ് ടാങ്കുകളുമായിട്ട് ഉക്രൈൻ അതിക്രമിച്ച് കയറിയതെന്നുള്ളതാണ്. അവിടെ റഷ്യ വലിയ പ്രാധാന്യം അതിന് കൊടുക്കാത്ത റഷ്യ മാറി നിന്ന് ആദ്യ ഭാഗത്ത് അറ്റാക്ക്. കാരണം അതിന് റഷ്യ കാണുന്നത് അത്രത്തോളം വ്യക്തിപരമായിട്ടാണ് റഷ്യ കാണുന്നതെന്നുള്ളതാണ്. എത്രത്തോളം വലിയ ഒരു സ്വന്തം അസ്തിത്വത്തിന് നേരെയാണ് ഉക്രൈൻ അവിടെ ആ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു രീതിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് റഷ്യ എങ്ങനെ പ്രതികരിക്കും ഇപ്പോഴത്തെ ഈ തീരുമാനത്തോട് എന്നുള്ളത് നമ്മൾ വീണ്ടും പരിശോധിക്കേണ്ടതാണ്. അപ്പം എന്ന് വെച്ചാൽ അത്ര വ്യക്തിപരമാണ് റഷ്യക്കത്. റഷ്യ ഏത് രീതിയിലുള്ള ആക്രമണം നടത്തിയാലും റഷ്യയിലെ ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇപ്പോഴുള്ള ഈ സിനാരിയോയിൽ റഷ്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് റഷ്യ നേരത്തെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. എന്ന് വെച്ചാൽ കാരണമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ റഷ്യയിലേക്ക് ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ബാലിസ്റ്റിക് മിസൈലിന് ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിന് എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡാറ്റ, അതിൻ്റെ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻസ്, അതുകൂടാതെ ഇതിൻ്റെ മാപ്പിംഗ്, ഇത് പാസ് ചെയ്യുന്ന മാപ്പിംഗ് നടത്തണം, അതുകൂടാതെ ഇതിൻ്റെ സാറ്റലൈറ്റ് ലിങ്ക്, ഇതെല്ലാം ഉക്രൈന് ഒരു കപ്പാസിറ്റി ഇല്ല, ഇതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതുള്ളത് റഷ്യക്കുണ്ട്. പിന്നെ ഈ അറ്റ്കാംസ് മിസൈലിൻ്റെ അതിന് ഉള്ള ഇതിൻ്റെ കാര്യങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടത്തിയത് അമേരിക്ക തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട. എന്ന് വെച്ചാൽ അമേരിക്ക റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആക്രമണം എന്നുള്ളതാണ് ഇതിനുള്ളിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഭാഗം. റഷ്യ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ ആക്രമിക്കുന്ന പക്ഷം ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യ നേരത്തെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഭയം ഇതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത്, റഷ്യ ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത്. ഇനി ഈ ആക്രമണത്തിൽ ഇപ്പം 6ഓളം മിസൈലുകൾ അവർ അയച്ചു എന്ന് പറയുന്നു. അറ്റ്കാം മിസൈൽസിൻ്റെ 6ഓളം മിസൈലുകൾ അയച്ചു. 5 റഷ്യ അടിച്ചിട്ടു, 6ാമത്തേത് ഹിറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഡെബ്രീസ് വന്ന് വീണ് ഇതിൻ്റെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുകയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറയുന്നുണ്ട്, റഷ്യ ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു ചെറിയ അറ്റാക്കാണ്, റഷ്യ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും സൊല്യൂഷൻ എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് ഇന്ന് 6 മിസൈൽ അയച്ചു, നാളെ സ്കൾപ്സ് മിസൈലുണ്ട്, ഫ്രാൻസ് സ്കൾപ്പ് മിസൈൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റോം ഷാഡോ മിസൈൽ ബ്രിട്ടൻ്റെ മിസൈലുണ്ട്. ഈ 3 എണ്ണവും കൂടെ വന്നു കഴിയുമ്പോൾ നാളെ ഒരു 10 സ്റ്റോം ഷാഡോ മിസൈൽ, അതുപോലെ തന്നെ 10 അറ്റ്കാംസ്, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഒരു 10 സ്കൾപ്പ് മിസൈൽ, ഇത്രയും സാധനം പോയി വീണ് കഴിഞ്ഞ് റഷ്യയിലേക്ക് പോയി വീണ് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി എത്രയായിരിക്കും? കാരണം ഇന്ന് 6 മിസൈൽ നടന്നു, നാളെ ഇതുപോലെ തന്നെ വാർപ്ലെയിൻസ് വരാം, അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് തരത്തിലുള്ള ആയുധങ്ങൾ ഉക്രൈനിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിന്ന് റഷ്യയിലേക്ക് ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ആ അവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപ് ഇത് മുളയിലേ നുള്ളുക എന്നുള്ളത് റഷ്യയുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അവിടെ വെച്ചാണ് റഷ്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ വെച്ചാണ് എന്തുകൊണ്ടാണ് ഫിൻലാൻഡും സ്വീഡനും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമുണ്ട്, എത്ര ആളുകളോട് ഒരുങ്ങിയിരിക്കാൻ പറയുന്നു. അതുകൂടാതെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ന്യൂക്ലിയർ വാർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കണമെന്ന് ഇവർ കൃത്യമായ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം റഷ്യ പ്രതികരിക്കും, കാരണം റഷ്യക്ക് ഇത് മുളയിലേ നുള്ളുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇത് ഇപ്പോഴേ നുള്ളിയില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ ഉക്രൈനെ നാറ്റോയിലേക്ക് ഇടുകേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇത് സെലൻസ്കിയുടെ വിക്ടറി പ്ലാനിൻ്റെ ഭാഗമാണ്. ഇത്രയും നാളും സെലൻസ്കി പറഞ്ഞുകൊണ്ട് നടന്ന വിക്ടറി പ്ലാനിൻ്റെ ഭാഗമാണിത്. ഇത് ഇനി കൂടുകയുള്ളൂ ഈ അറ്റാക്ക്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ഇത് മുളയിലെ നുള്ളുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ന്യൂക്ലിയർ അറ്റാക്ക് ഏത് രീതിയിൽ വരും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഹിരോഷിമയിൽ ഏകദേശം 15 കിലോ ടൺ ഭാരമുള്ള ഒരു മിസൈലാണ് അന്ന് അമേരിക്ക ഇട്ടത്.
അതിൻ്റെ നാശനഷ്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എത്രത്തോളം വലിയ നാശനഷ്ടമാണ് അതുണ്ടാക്കിയത്. ഇന്ന് 100 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 500 ടണ്ണ് കിലോ ടൺ ഭാരമുള്ള ന്യൂക്ലിയർ ബോംബ്സാണ് ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത്. ഇത് വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് എന്നാണ് ലോകം ചിന്തിക്കേണ്ടത് ശരിക്കും. കാരണം റഷ്യയെ സംബന്ധിച്ച് ആദ്യം സ്ട്രാറ്റജിക്കാണ് ഏറ്റവും കൂടുതൽ ഒരു വലിയ ഭൂവിഭാഗത്തെ തകർക്കാൻ പാകത്തിലുള്ള സ്ട്രാറ്റജിക് ന്യൂക്ലിയർ വെപ്പണാണ്. പക്ഷേ ടാക്റ്റിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ റഷ്യയെ സംബന്ധിച്ച് ഈ ഉക്രൈനിലെ റെജീമിനെ ഇല്ലാതാക്കുക, ആ ഭരണകൂടത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു അത്യന്താപേക്ഷിതമായ കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ടാക്റ്റിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുമോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം ന്യൂയോർക്ക് ടൈംസിൻ്റെ തന്നെ ഒരു പ്രാവശ്യം റിപ്പോർട്ടിൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റഷ്യ ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അമേരിക്കയ്ക്ക്. എന്ന് വെച്ചാൽ ഉക്രൈൻ ന്യൂക്ലിയർ വെപ്പൺ പോലെ എന്തോ ഒരു സംഗതി പ്രയോഗിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് അമേരിക്ക അവർ ചർച്ച നടത്തുകയും അവർക്ക് മനസ്സിലായി റഷ്യ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാനുള്ളതിൻ്റെ മുന്നോടിയായിട്ടാണോ ഉക്രൈനെ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ഇന്ത്യയും ചൈനയും എല്ലാം ഇടപെടുകയും റഷ്യയോട് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ത്രെട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു ത്രെട്ടായിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 1970 കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഈ ന്യൂക്ലിയർ വാറിൻ്റെ അതിൻ്റെ ഒരു കോൺഫ്രണ്ടേഷൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം 70,000-ഓളം ന്യൂക്ലിയർ വാർ ഹെഡുകൾ ലോകത്തിലുണ്ടായിരുന്നു. പിന്നീട് ലോകം സമാധാനത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെല്ലാം കുറച്ച് കൊണ്ടുവന്ന് ഇന്ന് റഷ്യയുടെ കയ്യിൽ ഒരു 5,000, അമേരിക്കയുടെ കയ്യിൽ ഒരു 4,500, അങ്ങനെ കുറച്ച് ഏകദേശം അത്രയും താഴേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ലോകം വീണ്ടും ഒരു ന്യൂക്ലിയർ വാറിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല ഇത്. എന്ന് വെച്ചാൽ വാതിൽപ്പടിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. 3ാം ലോക മഹായുദ്ധം വരാനുള്ള ഏറ്റവും വലിയ സാധ്യത നിലനിൽക്കുന്നത് റഷ്യ ഉക്രൈൻ വാറിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് നമുക്ക് ഒരു 3ാം ലോക മഹായുദ്ധം തള്ളിക്കളയാൻ കഴിയില്ല, ഒരു ന്യൂക്ലിയർ വാർ തള്ളിക്കളയാൻ കഴിയില്ല. 72 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ 60% ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനുള്ളിൽ പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അത് കറക്റ്റാണ്. കാരണം റോബിൻ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ ഈ പല രാജ്യങ്ങൾക്കും ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അവർ ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് അവർ പിരിഞ്ഞു പോയ ഒരു സമയത്ത് അവർ ഗീവപ്പ് ചെയ്ത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയൊരു ശക്തിയായിരുന്നു ന്യൂക്ലിയർ ടൈംസിൽ യുക്രൈൻ. അവരത് ഗീവപ്പ് ചെയ്യുക ചെയ്തത്. മറ്റൊരു ആസ്പെക്ട് നമ്മളിവിടെ ഏറ്റവും ലാസ്റ്റായിട്ടൊന്ന് പറയേണ്ടത്, അതായത് ഈ കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷനിൽ ഈ അമേരിക്കൻ ജനത കൊടുത്ത ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന റഷ്യ യുക്രൈൻ യുദ്ധവുമായി അമേരിക്കൻ ജനത കൊടുത്ത മാൻഡേറ്റ് എന്ന് പറയുന്ന യുദ്ധം അവിടെ ഒരു സമാധാനം സ്ഥാപിക്കുക എന്നതാണ് അമേരിക്കൻ ജനത കൊടുത്ത മാൻഡേറ്റ്. ട്രംപ് എപ്പോഴും അത് തന്നെയാണ് ഉയർത്തിപ്പിടിച്ചത്. താൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു നിലപാടുമായിട്ടാണ് ട്രംപ് വോട്ടർമാരെ അഭിമുഖീകരിച്ചത്. അതിനവർ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് കൊടുത്തു. അത് ഇലക്ട്രൽ വോട്ട്സിലും അത് റിഫ്ലക്ട് ചെയ്തു, പോപ്പുലർ വോട്ടിലും റിഫ്ലക്ട് ചെയ്തു. ഈ ഒരു മാൻഡേറ്റ് കൊടുത്ത അമേരിക്കൻ ജനതയെ പല്ലിളിച്ച് കാണിച്ച് അവരെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം തന്നെയാണ് ബൈഡൻ എടുത്തിരിക്കുന്നത്. അത് ജോജി പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നിൽ പലരും കളിക്കുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെ കളിക്കുന്നുണ്ട്. അതായത് ട്രംപിനെ ഏത് വിധേനയും അവർ ഇല്ലാതാക്കാൻ നോക്കി. ഇലക്ഷന് മുമ്പ് അസാസിനേഷൻ അറ്റംപ്റ്റിലൂടെ, ഇംപീച്ച്മെന്റിലൂടെ, കേസുകളിലൂടെ നടന്നില്ല. ജനങ്ങൾ ട്രംപിനെ വിജയിപ്പിച്ച് 2ാം വട്ടവും അധികാരത്തിലേക്ക് തെരഞ്ഞെടുത്തു. ഇനി ആ അധികാരത്തിൽ നിൽക്കുന്ന ട്രംപിനെ എങ്ങനെ കൂടുതൽ ദുർബലപ്പെടുത്താം, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ അസ്വസ്ഥനാക്കാം, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാം എന്നതിനെപ്പറ്റി കൂലങ്കുലുഷിതമായിട്ട് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നേർദൃഷ്ടാന്തം തന്നെയാണ് ഈ പറയുന്ന ഈ ബൈഡൻ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം. അത് റോബിൻ പറഞ്ഞതുപോലെ ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ആണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അത് 2ാം ലോക മഹായുദ്ധം എന്നൊക്കെ പറയുന്നത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന ഈ മറ്റുള്ള രാജ്യങ്ങൾ അവർക്കും അവരുടെ രാജ്യത്ത് അവർ അടുക്കി വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് അതിൻ്റെയൊക്കെ ഒരു തോതെടുത്ത് നോക്കുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. 72 മണിക്കൂറിന് താഴെ ഈ പറയുന്ന ഭൂമി തന്നെ ഇല്ലാതാവുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഒരു ഡിപ്ലോമസിയിലൂടെ, ചർച്ചകളിലൂടെ ഒക്കെ കാര്യങ്ങൾ ഒരു ലഘൂകരിക്കട്ടെ, ഒരു സമാധാനം സംജാതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഗൗരവം ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ നടക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മുടെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ എന്താണ് അവിടെ നടക്കുന്നത്, യഥാർത്ഥ ഒരു പിക്ചർ, അതിൻ്റെ ഒരു ഗൗരവം ജനത്തെ അറിയിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തത്. അമേരിക്കയ്ക്ക് വേണ്ടത് യുദ്ധമല്ല, സമാധാനമാണ്. ഈ കാര്യം തന്നെയാണ് അമേരിക്കയിലെ വോട്ടർമാർ ആഗ്രഹിച്ചത്. ആ ഒരു ആഗ്രഹം നടപ്പാക്കാനുള്ള ഒരു വിധി തന്നെയാണ് ഈ കഴിഞ്ഞ നവംബർ 5-ാം തീയതി അവർ നടത്തിയത്. അതിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നു. എന്നാൽ അമേരിക്കൻ ജനവിധിയെ
അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയിരിക്കുന്നത്. ഏത് പൊളിറ്റിക്കൽ ഒരു സ്വാർത്ഥ ലാഭത്തിൻ്റെ പേരിലാണെങ്കിലും ജോ ബൈഡൻ എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളിലേക്കാണ് ആ ഇമ്പാക്റ്റ് അവിടുത്തെ സാഹചര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നവർ മനസ്സിലാകട്ടെ എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇനിയൊരു യുദ്ധത്തെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു ത്രാണി ലോക ജനതയ്ക്കില്ല, ഭൂമിക്കില്ല എന്നത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാരണം വളരെ കലുഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഓരോ രാജ്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം യുദ്ധത്തിലേക്ക് വഴിതിരിച്ചു വിടുമ്പോൾ അത് ഒരിക്കലും ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാഹചര്യം ഒട്ടും തന്നെ ഭൂഷണമല്ല. യുദ്ധമല്ല സൊല്യൂഷൻ, സമാധാനമാണ് സൊല്യൂഷൻ. ചർച്ചകളിലൂടെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടട്ടെ, സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റപ്പെടട്ടെ, ലോകത്ത് സമാധാനം പുലരട്ടെ. റഷ്യ യുക്രൈൻ യുദ്ധം അത് സമാധാനപരമായിട്ട് അവസാനിക്കട്ടെ. ഒരു മൂന്നാം ലോക മഹായുദ്ധം അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.